ഈ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും അതുമാതിരി ക്രെഡിറ്റ് കാർഡിൽ പൈസ അടയ്ക്കാൻ പറ്റാതെ വരിക, ലോൺ എടുത്തേണ്ട ഇൻസ്റ്റാൾമെന്റ്സ് അടയ്ക്കാൻ പറ്റാതിരിക്കുക, ഇത്തരം പ്രശ്നം കൊണ്ട് അനേകം പേർക്ക് ഒരുപാട് ടെൻഷൻ ഈ കാലഘട്ടത്തിലുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ജോലിക്ക് കിട്ടി കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ റിക്കവറിക്കാർ കൂടെ വിളിച്ച് ഹരാസ് ചെയ്യുന്നു, കമ്പനിയിലേക്ക് വരുന്നു, കമ്പനിയിലേക്ക് മെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ വീട്ടിലെ ആൾക്കാരെ വിളിച്ച് ഹരാസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ടാണ് അനേകം കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഈ റിക്കവറിക്കാരും മറ്റും വിളിക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അത് ബാങ്കിൽ റിഫ്ലക്റ്റ് ആവില്ല. കാരണം ഇവർക്ക് സർട്ടൻ കമ്മീഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ അല്പം വെയിറ്റ് ചെയ്ത് അവരൊരു കേസ് ആക്കിയതിന് ശേഷം കോടതി മുഖേന വേണം നമ്മൾ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അതായത് നമുക്കത് ഒരു 20% അടച്ച് ബാക്കി ഇൻസ്റ്റാൾമെന്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എമൗണ്ട് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം, അല്ല നമുക്ക് ആ എമൗണ്ട് ആയിട്ട് വലിയൊരു ഡിഫറൻസ്, നമ്മൾ ലോൺ നിർത്തിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള കേസിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണം. ആ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തതിന് ശേഷം കോർട്ട് അതിനൊരു ഓഡിറ്റർ വയ്ക്കും. അതിനുശേഷം ഒരു പുതിയൊരു ജഡ്ജ്മെന്റ് വരും. ആ ജഡ്ജ്മെന്റ് പ്രകാരം നമുക്ക് ഒരു ഫസ്റ്റ് 20% അടച്ച് ബാക്കി ഇൻസ്റ്റാൾമെന്റ്സ് ആക്കിയാൽ യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് ഈ കേസ് കോർട്ട് ത്രൂ ക്ലിയർ ചെയ്ത് അതിന് പോലീസ് ക്ലിയറൻസും മറ്റും കിട്ടും. അല്ല നമ്മൾ ഈ റിക്കവറിക്കാർ വിളിച്ചു, അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു, അവർ പറയുന്ന ഒരു പൈസ നമ്മൾ കൊണ്ട് അടച്ചു, അല്ലെങ്കിൽ ബാങ്ക് തന്നെ നമുക്കൊരു അഗ്രിമെന്റ് ഉണ്ടാക്കി തന്നു. പക്ഷെ അത് ഒരു പക്ഷേ ബാങ്കില് അവരുടെ ലെഡ്ജറിലുള്ള ഫുൾ എമൗണ്ടിന്റെ സൊല്യൂഷനായിട്ട് വരില്ല. അത് ഒരു സർട്ടൻ എമൗണ്ട് നിങ്ങൾ പേ ചെയ്തത് അവർ ക്രെഡിറ്റ് ചെയ്യും തീർച്ചയായിട്ടും. പക്ഷെ ഈ അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റ് മറ്റും പെൻഡിങ് ആയി ആ നമ്മുടെ കേസ് പിന്നീട് ഒരു സമയത്ത് ചിലപ്പോൾ 1 വർഷം 2 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും വീണ്ടും ഈ കേസ് ഓപ്പൺ ആയിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ അനേകം കസ്റ്റമേഴ്സ് ഇതേമാതിരി സെറ്റിൽ ചെയ്ത് പിന്നീട് അവർ എയർപോർട്ടിൽ പോയ സമയത്ത് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതുമാതിരി തന്നെ വൺസ് കോർട്ടിൽ കേസായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ബാങ്കായിട്ടോ റിക്കവറിക്കാരായിട്ടോ അസോസിയേറ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് ധരിക്കരുത്. കാരണം കോർട്ടിലുള്ള ഒരു കേസ് കോർട്ട് ത്രൂ മാത്രമേ ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ബാങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ ബാങ്ക് പോയിട്ട് ആ കേസ് വിഡ്രോ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ ഒന്നും ഉണ്ടാവില്ല. അവരൊരു പക്ഷെ പറയും നമ്മളോട് സെൻട്രൽ ബാങ്കിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല, ടൈം എടുക്കും, 2 മാസം 3 മാസം എന്നെല്ലാം പറയും. പലരും എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ട്രാവൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും എമർജൻസി വന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനത്തെ ഒരു ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റിൽമെന്റിന് പോകുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബാങ്കിന്റെ ഒരു പൈസ അല്ലാതെ അത് പല ഷെയർ ഹോൾഡേഴ്സും ഇട്ടിട്ടുള്ള ഒരു പൈസ കൊണ്ടാണ് ബാങ്ക് ഈ മറ്റുള്ളവർക്ക് ഇത് ലോണായിട്ടും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം കൊണ്ടാണ് അവരിത് ലോണായിട്ടും മറ്റും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പണം ബാങ്കിലേക്ക് തിരിച്ചു വരേണ്ടത് ബാങ്കിന്റെ ഒരു ആവശ്യമാണ്. ഒരിക്കലും ബാങ്കിന് നമുക്ക് ആ പൈസ ഡിസ്കൗണ്ട് ആക്കി തരാനോ അല്ലെങ്കിൽ ബാങ്കിന് ആ പൈസ റൈറ്റ് ഓഫ് ചെയ്യാനോ ഉള്ള റൈറ്റ്സ് ഇല്ല. കാരണം വെച്ചാൽ ബാങ്കിന്റെ മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുത്ത് അതിന് പ്രകാരം അവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് മൂവ് ചെയ്തിട്ടുള്ളതാണ് കോർട്ടിലേക്ക്. അപ്പൊ കോർട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോർട്ട് ത്രൂ മാത്രം സെറ്റിൽ ചെയ്യുക. അപ്പൊ നമുക്ക് കോർട്ടിൽ നിന്ന് ക്ലിയറൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് ഒരിക്കലും ഓതറൈസ്ഡ് ഏജൻസ് ആവില്ല. പക്ഷെ അവർ ഓതറൈസ്ഡ് ആണെന്ന് പറയും. ചിലപ്പോൾ ബാങ്കിന്റെ ലെറ്റർ ഹെഡിൽ അവർ ഓതറൈസ്ഡ് എന്നുള്ളതൊക്കെ ലെറ്ററൊക്കെ ഉണ്ടാക്കി കൊണ്ട് നടക്കും. പക്ഷെ നിങ്ങളങ്ങനെ ആരെങ്കിലും ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ആ നമ്പർ നോട്ട് ചെയ്ത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ തരും. കാരണം ഒരു നിയമം, ഇവിടെയുള്ള ഒരു നിയമം നാട്ടിൽ നടപ്പാക്കണമെങ്കിൽ ത്രൂ ഗവൺമെന്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു ഏജന്റിനോ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്കോ ഒരു നിയമം കയ്യിലെടുത്ത് നിങ്ങളെ ഹരാസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.